ഫെബ്രുവരി 4, 2004. ഈ ദിവസമാണ് ഫേസ്ബുക്ക് എന്ന ആപ്ലിക്കേഷൻ ആദ്യമായി ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടത്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു ഡോം റൂമിൽ നിന്നാണ് ഫേസ്ബുക്കിൻ്റെ യാത്ര തുടങ്ങിയത്. ആ സമയത്ത് വെറും 19 വയസ്സുള്ള ഒരു കോളേജ് വിദ്യാർത്ഥിയായിരുന്നു മാർക്ക് സക്കർബർഗ്. പക്ഷേ അദ്ദേഹത്തിന് ഒരു വ്യത്യസ്തമായ വിഷൻ ഉണ്ടായിരുന്നു. ആളുകളെ ഓൺലൈനിൽ ബന്ധിപ്പിക്കുക എന്ന ആശയം അദ്ദേഹത്തെ അങ്ങേയറ്റം ആകർഷിച്ചിരുന്നു. തുടക്കത്തിൽ അതിൻ്റെ പേര് ദ ഫേസ്ബുക്ക് എന്നായിരുന്നു. ഹാർവാർഡിലെ വിദ്യാർത്ഥികൾക്ക് മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു എക്സ്ക്ലൂസീവ് നെറ്റ്വർക്ക് എന്ന നിലയിലാണ് ഇത് ആദ്യം അവതരിപ്പിക്കപ്പെട്ടത്. വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രൊഫൈൽ ഉണ്ടാക്കാനും ഫോട്ടോകൾ ഷെയർ ചെയ്യാനും സുഹൃത്തുക്കളുമായി ബന്ധപ്പെടാനും കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോം. മാർക്ക് സക്കർബർഗ് മാത്രമല്ല ഈ പ്രോജക്റ്റിന് പിന്നിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിനൊപ്പം 4 പേർ കൂടി ഫൗണ്ടേഴ്സായി ഉണ്ടായിരുന്നു. എഡ്വാർഡോ സാവറിൻ ആയിരുന്നു ബിസിനസ് പാർട്ട്ണറും ആദ്യത്തെ CFOയും. അദ്ദേഹമാണ് തുടക്കത്തിൽ ഫേസ്ബുക്കിന് സാമ്പത്തിക സഹായം നൽകിയത്. അതുകൂടാതെ ആൻഡ്രൂ മക്കോളം എന്ന പ്രോഗ്രാമർ, അദ്ദേഹം ഫേസ്ബുക്കിൻ്റെ ഒറിജിനൽ ലോഗോ ഡിസൈൻ ചെയ്തു. ഡസ്റ്റിൻ മോസ്കോവിറ്റ്സ് പ്രോഗ്രാമിങ്ങിൽ സഹായിക്കുകയും പിന്നീട് VP ഓഫ് എഞ്ചിനീയറിംഗ് ആവുകയും ചെയ്തു. ക്രിസ് ഹ്യൂസ് സൈറ്റിൻ്റെ പ്രൊമോഷനും യൂസർ ഔട്ട്റീച്ചിലും സഹായിച്ചു. ലോഞ്ച് ചെയ്ത് ആദ്യ ദിവസം തന്നെ ഫേസ്ബുക്ക് വലിയ ഹിറ്റായി. ഒരു മാസത്തിനുള്ളിൽ ഹാർവാർഡിലെ പകുതിയിലധികം വിദ്യാർത്ഥികൾ സൈനപ്പ് ചെയ്തു. ഇത് കണ്ട സക്കർബർഗും ടീമും ഈ ആശയം മറ്റ് യൂണിവേഴ്സിറ്റികളിലേക്കും വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചു. കൊളംബിയ, സ്റ്റാൻഫോർഡ്, യേൽ തുടങ്ങിയ സ്ഥലങ്ങളിലെ സ്കൂളുകളിലേക്കും അടുത്ത ഘട്ടത്തിൽ വ്യാപിപ്പിച്ചു. 2004 വേനൽക്കാലത്ത് സക്കർബർഗ് ഹാർവാർഡ് വിട്ട് കാലിഫോർണിയയിലെ പാലോ ആൾട്ടോയിലേക്ക് താമസം മാറ്റി. അവിടെ വെച്ച് അവർ ഒരു ചെറിയ വീട് വാടകയ്ക്കെടുത്ത് അതിനെ അവരുടെ ഓഫീസാക്കി മാറ്റി. രാവും പകലും കോഡിംഗ് ചെയ്ത് സൈറ്റ് മെച്ചപ്പെടുത്തി പുതിയ ഫീച്ചറുകൾ ചേർത്ത് അവർ പ്രവർത്തിപ്പിച്ചു. 2005 ആയപ്പോഴേക്കും ഫേസ്ബുക്ക് ഒരു ഫിനോമിനലായി മാറിയിരുന്നു. കോളേജ് ക്യാമ്പസുകളിൽ എല്ലായിടത്തും ആളുകൾ ഫേസ്ബുക്കിനെ പറ്റി സംസാരിച്ചു. ഈ നെറ്റ്വർക്ക് അപ്പോഴേക്കും 1000-ലധികം കോളേജുകളിലേക്ക് വ്യാപിച്ചു. അതേ വർഷം തന്നെ ദ എന്ന വാക്ക് ഒഴിവാക്കി വെറും ഫേസ്ബുക്ക് എന്ന പേര് ഔദ്യോഗികമായി സ്വീകരിച്ചു. എന്നാൽ വളർച്ചയുടെ കൂടെ തന്നെ വെല്ലുവിളികളും തർക്കങ്ങളും ഉണ്ടായിരുന്നു. കാമറൂൺ വിംഗ്ലെവോസ്, ടൈലർ വിംഗ്ലെവോസ്, ദിവ്യ നരേന്ദ്ര എന്നിവർ സക്കർബർഗിനെതിരെ കേസ് ഫയൽ ചെയ്തു. അവരുടെ ആശയം മോഷ്ടിച്ചെന്നായിരുന്നു ആരോപണം. ഇത് നീണ്ട നിയമ പോരാട്ടങ്ങളിലേക്ക് നയിച്ചു. അതോടൊപ്പം സക്കർബർഗും എഡ്വാർഡോ സാവറിനും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായി. കമ്പനിയിലെ സാവറിൻ്റെ ഓഹരി ഗണ്യമായി കുറച്ചതിനെ തുടർന്ന് അദ്ദേഹവും കോടതിയെ സമീപിച്ചു. 2006 സെപ്റ്റംബറിൽ ഫേസ്ബുക്ക് ഒരു വലിയ തീരുമാനമെടുത്തു. 13 വയസ്സിന് മുകളിലുള്ള ഏതൊരാൾക്കും ഏതെങ്കിലും ഇമെയിൽ അഡ്രസ് ഉണ്ടെങ്കിൽ ഫേസ്ബുക്ക് ഉപയോഗിക്കാം എന്ന് അവർ അനുവദിച്ചു. കോളേജ് നെറ്റ്വർക്ക് എന്ന സങ്കല്പത്തിൽ നിന്ന് മാറി പൊതു സോഷ്യൽ നെറ്റ്വർക്കായി അതുവഴി ഫേസ്ബുക്ക് മാറി. ഇത് ഫേസ്ബുക്കിൻ്റെ ചരിത്രത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു. 2007 ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് ലോഞ്ച് ചെയ്തു. 2008 പുതിയ ഡിസൈനും ഫീച്ചറുകളും വന്നു. ഫേസ്ബുക്ക് ചാറ്റ് ആരംഭിച്ചത് ഈ വർഷമാണ്. 2009 ലൈക്ക് ബട്ടൺ അവതരിപ്പിച്ചു. അത് സോഷ്യൽ മീഡിയയുടെ തന്നെ ഒരു പ്രതീകമായി മാറി. ആളുകൾക്ക് പോസ്റ്റുകളും ഫോട്ടോകളും ലൈക്ക് ചെയ്യാൻ കഴിയുന്നത് വളരെ ലളിതമായ പക്ഷേ ശക്തമായ ഒരു ഫീച്ചറായി. 2010 ആയപ്പോഴേക്കും ഫേസ്ബുക്കിന് 500 മില്യൺ ആക്റ്റീവ് യൂസേഴ്സ് ഉണ്ടായി. അതേ വർഷം ദ സോഷ്യൽ നെറ്റ്വർക്ക് എന്ന ചിത്രം റിലീസായി. ഫേസ്ബുക്കിൻ്റെ സ്ഥാപന കഥയെ അടിസ്ഥാനമാക്കിയുള്ള ഈ സിനിമ വലിയ വിജയമായി. പക്ഷേ
ചിത്രത്തിലെ പല കാര്യങ്ങളും കൃത്യമല്ലെന്ന് സക്കർബർഗ് പറഞ്ഞു. എന്നാലും അത് ഫേസ്ബുക്കിനെ കുറിച്ച് കൂടുതൽ ആളുകൾ മനസ്സിലാക്കാൻ ഇടയാക്കി. 2012 ഏപ്രിലിൽ ഫേസ്ബുക്ക് 1 ബില്യൺ യൂസേഴ്സ് എന്ന നാഴികക്കല്ല് പിന്നിട്ടു. അതേ വർഷം മെയ് മാസം ഫേസ്ബുക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തു. ഏറ്റവും വലിയ ടെക് IPOകളിൽ ഒന്നായിരുന്നു അത്. കമ്പനിയുടെ വാല്യുവേഷൻ $100 ബില്യൺ മുകളിൽ എത്തി. പിന്നീട് അതേ വർഷം ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം എന്ന ഫോട്ടോ ഷെയറിംഗ് ആപ്പ് ഏകദേശം $1 ബില്യൺ വാങ്ങി. 2014 വാട്സപ്പിനെ ഏറ്റെടുത്തുകൊണ്ട് തൊട്ടടുത്ത ഏറ്റവും വലിയ ഏറ്റെടുക്കൽ നടന്നു. $19 ബില്യൺ വാട്സപ്പിനെ ഫേസ്ബുക്ക് വാങ്ങി. അതേ വർഷം തന്നെ ഒക്യുലസ് VR എന്ന വെർച്വൽ റിയാലിറ്റി കമ്പനിയും അവർ ഏറ്റെടുത്തു. ഫേസ്ബുക്ക് വെറും സോഷ്യൽ നെറ്റ്വർക്ക് മാത്രമല്ല, ഒരു വലിയ ടെക് കോർപ്പറേഷനായി പരിണമിച്ചു. വരും വർഷങ്ങളിൽ ഫേസ്ബുക്ക് നിരവധി പുതിയ ഫീച്ചറുകളും സേവനങ്ങളും അവതരിപ്പിച്ചു. ഫേസ്ബുക്ക് ലൈവ്, സ്റ്റോറീസ്, മാർക്കറ്റ് പ്ലേസ്, ഫേസ്ബുക്ക് വാച്ച്, ഡേറ്റിംഗ് തുടങ്ങിയവ. ഓരോ ഫീച്ചറുകളും ആളുകളെ കൂടുതൽ എൻഗേജ് ചെയ്യാനും കൂടുതൽ സമയം പ്ലാറ്റ്ഫോമിൽ ചെലവഴിക്കാനും സഹായിച്ചു. യൂസർ പ്രൈവസിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ, ഫേക്ക് ന്യൂസ് പ്രചരണം, ഡാറ്റ ബ്രീച്ചുകൾ ആളുകളുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്നു എന്ന ആരോപണങ്ങൾ എന്നിങ്ങനെ പല വിവാദങ്ങളും വിമർശനങ്ങളും ഫേസ്ബുക്ക് നേരിട്ടു. 2018 കേംബ്രിഡ്ജ് അനലിറ്റിക്ക സ്കാൻഡൽ വളരെ വലിയ വിവാദമായിരുന്നു. 500 ബില്യൺ ഫേസ്ബുക്ക് യൂസേഴ്സിൻ്റെ ഡേറ്റ അനുവാദമില്ലാതെ എടുത്തുപയോഗിച്ചത് വലിയ പ്രതിഷേധത്തിന് കാരണമായി. ഇതിനെ തുടർന്ന് ഫേസ്ബുക്ക് പലവിധ മാറ്റങ്ങൾ വരുത്തി. പ്രൈവസി സെറ്റിംഗ്സ് മെച്ചപ്പെടുത്തി, ഫേക്ക് ന്യൂസ് കണ്ടെത്താൻ AI സിസ്റ്റങ്ങൾ വികസിപ്പിച്ചു, കണ്ടന്റ് മോഡറേഷൻ ശക്തമാക്കി. പക്ഷേ വിമർശനങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. 2021 ഒക്ടോബറിൽ ഫേസ്ബുക്ക് ഒരു വലിയ തീരുമാനം പ്രഖ്യാപിച്ചു. കമ്പനിയുടെ പേര് മെറ്റ എന്ന് മാറ്റി. മെറ്റാവേഴ്സ് എന്ന ആശയത്തിൽ ഫോക്കസ് ചെയ്യാനുള്ള അവരുടെ പ്ലാനിൻ്റെ തുടക്കമാണ് ഇത് എന്ന് സൂചിപ്പിച്ചു. വെർച്വൽ റിയാലിറ്റി, ഓഗ്മെന്റഡ് റിയാലിറ്റി എന്നിവയിലൂടെ ഒരു പുതിയ ഡിജിറ്റൽ ലോകം സൃഷ്ടിക്കുക എന്നത് അവരുടെ വിഷനാണ്. ഫേസ്ബുക്ക് ആപ്പിൻ്റെ പേര് മാറ്റിയില്ല, എങ്കിലും പേരന്റ് കമ്പനി മെറ്റ ആയി മാറി. ഇന്ന് 2026 നമ്മൾ എത്തുമ്പോൾ ഫേസ്ബുക്ക് 3 ബില്യണിലധികം ആളുകൾ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഒരു കോളേജ് ഡോം റൂമിൽ നിന്ന് തുടങ്ങി ലോകത്തിലെ ഏറ്റവും വലിയ സോഷ്യൽ നെറ്റ്വർക്കുകളിൽ ഒന്നായി ഫേസ്ബുക്ക് മാറിയത് സാങ്കേതിക വിദ്യയുടെയും സംരംഭകത്വത്തിൻ്റെയും ഒരു അത്ഭുത കഥയാണ്. ഫേസ്ബുക്ക് ആളുകളെ ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയെങ്കിലും ഇന്ന് അത് വെറും സോഷ്യൽ നെറ്റ്വർക്ക് അല്ല. ബിസിനസ്സുകൾ വളരാൻ, കലാകാരന്മാർ തങ്ങളുടെ സൃഷ്ടികൾ പങ്കുവയ്ക്കാൻ, കമ്മ്യൂണിറ്റികൾ ഒരുമിച്ചുകൂടാൻ, വാർത്തകൾ പങ്കുവയ്ക്കാൻ, പ്രസ്ഥാനങ്ങൾ സംഘടിപ്പിക്കാൻ എന്നിങ്ങനെയുള്ള ഒരു ശക്തമായ ടൂളായി അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു.